നിതിൻ സേവർ തുടരുന്നുണ്ട്. നിതിൻ, ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്, തുറന്നായിരിക്കും സംസ്കാരം. ഇപ്പോൾ ഈ കുട്ടിക്ക് ബന്ധുക്കൾ എന്ന് പറയുന്നത് ഈ അമ്മ മാത്രമേ ഉള്ളൂ? അവരുടെ മറ്റു കുടുംബ പശ്ചാത്തലമൊക്കെ എങ്ങനെയാണ് നിതിൻ? സൈഫുദ്ദീൻ, ഈ പെൺകുട്ടിയുടെ പിതാവ് 4 വർഷം മുൻപ് സൈനികനായിരുന്നു. അദ്ദേഹം 4 വർഷം മുൻപാണ് മരിക്കുന്നത്. അതിനുശേഷം അമ്മയായിരുന്നു കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. ഈ കുട്ടിക്ക് പഠന വൈകല്യം ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അമ്മയായിരുന്നു. പക്ഷേ ഈ അമ്മ ഈ പ്രതിയുടെ ഭീഷണി സഹിക്കാൻ വയ്യാതെയാണ് അമ്മ മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിച്ചത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ മറ്റൊരു ബന്ധു ഈ വീട്ടിലെത്തിയപ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടി ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ട് ബോധരഹിതയായി കിടക്കുന്നത് കാണുന്നത്. ഈ അമ്മ കഴിഞ്ഞ ദിവസം തന്നെ ആശുപത്രിയിൽ വെച്ച് പറഞ്ഞിരുന്നു, ഇയാളുടെ ഭീഷണി സഹിക്കാൻ പറ്റാതെയാണ് താൻ അവിടെ നിന്ന് മാറി താമസിച്ചതെന്ന് അമ്മ കഴിഞ്ഞ ദിവസം തന്നെ ആശുപത്രിയിൽ വെച്ച് പറഞ്ഞിരുന്നു. നിലവിൽ അമ്മ ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ആശുപത്രിയിൽ പെൺകുട്ടിയെ എത്തിച്ചപ്പോൾ മുതൽ തന്നെ അമ്മ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു, മറ്റു ബന്ധുക്കളുമൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ തന്നെ നടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം ചോറ്റാനിക്കരയിലെ വീട്ടിൽ തന്നെയാകും സംസ്കാരം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഈ പ്രതിക്കെതിരെ സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതിയാണ്. നേരത്തെ തന്നെ പല കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ്. തലയോലപ്പറമ്പിൽ 2 അടിപിടി കേസുകൾ ഇയാൾക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പീരുമേടിൽ ഇയാൾക്കെതിരെ ഒരു NDPS കേസുമുണ്ട്, കഞ്ചാവ് കടത്തിയതിനുള്ള കേസുമുണ്ട്. അപ്പോൾ തുടക്കത്തിൽ ഈ പ്രതി ഈ സംഭവം പുറത്തു വന്നപ്പോൾ ആദ്യം പോലീസ് വേറെ ചിലരെ ആയിരുന്നു ഈ കേസിൽ സംശയിച്ചിരുന്നത്. പ്രത്യേകിച്ച് 2021 ഒരു പോക്സോ കേസിലെ അതിജീവിതയാണ് ഈ പെൺകുട്ടി. അപ്പോൾ അന്ന് പ്രതികളായിരുന്ന 2 സ്വകാര്യ ബസ് ജീവനക്കാർ ഈ അടുത്ത കാലത്ത് ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു. അവരെ ചുറ്റിപ്പറ്റിയായിരുന്നു തുടക്കത്തിൽ പോലീസ് അന്വേഷണം പോയത്. പിന്നീടാണ് ഈ യുവതിയുടെ അമ്മയുടെ മൊഴിയാണ് ഈ കേസിൽ ഏറെ പ്രധാനമായി വന്നിട്ടുള്ളത്. ഈ അമ്മയുടെ മൊഴിയിൽ നിന്നുമാണ്, അമ്മയുടെ മൊഴി പോലീസ് എടുത്തപ്പോഴാണ് ഇത്തരത്തിൽ അനൂപുമായിട്ടുള്ളൊരു പെൺകുട്ടിയുടെ ബന്ധവും ഈ അനൂപ് നിരന്തരമായി പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നതും ഭീഷണിപ്പെടുത്തിയിരുന്നതും അമ്മയെ ഭീഷണിപ്പെടുത്തിയിരുന്നതും ഒക്കെ പോലീസിന് മനസ്സിലായത്. അത്തരത്തിലാണ് പിന്നീട് അനൂപിന്റെ ഫോൺ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് അനൂപ് ഈ രാത്രിയിലൂടെ വന്ന കാര്യം പോലീസിന് മനസ്സിലായത്. പിന്നീട് തൊട്ടടുത്ത വീട്ടിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് ഇത് സ്ഥിരീകരിക്കുകയായിരുന്നു. പിന്നീട് അനൂപിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ അനൂപിനെതിരെ കൊലക്കുറ്റം കൂടി ചുമത്താനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ശനിയാഴ്ച രാത്രിയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരാഴ്ചയോളമാകുന്നു. അതായത് ശനിയാഴ്ച രാത്രി 10:30 മുതൽ ഞായറാഴ്ച രാവിലെ 7 മണി വരെ ഈ പ്രതി ഈ വീട്ടിനകത്തുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ശേഷം പുറകുവശത്തെ മതിൽ ചാടിക്കടന്നാണ് ഇയാൾ അവിടെ നിന്നും രക്ഷപ്പെടുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ മറ്റ് ലഹരിയും അല്ലെങ്കിൽ ലഹരി ഇടപാടുകളും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം ഈ പെൺകുട്ടിക്ക് ഇയാൾ നിരന്തരം ലഹരി നൽകിയിരുന്നു. ഈ പെൺകുട്ടി ഇയാൾ ലഹരിക്ക് അടിമയാക്കിയിരുന്നു. ലഹരിക്ക് അടിമയാക്കിയ ശേഷം ഈ ലഹരി നൽകിയ ശേഷം ഇയാൾ മർദ്ദിച്ചിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങളും പോലീസ് നടത്തും. ഈ കേസിൽ ഈ പെൺകുട്ടിയുടെ മൊഴി എടുക്കാൻ സാധിക്കാത്തത് പോലീസിന് തുടക്കത്തിൽ വലിയ തലവേദന നൽകിയിരുന്നെങ്കിലും പക്ഷേ ഈ ഫോണിൽ നിന്ന് ഈ അനൂപിന്റെ ഫോണിൽ നിന്നും പോലീസിന് ലഭിച്ച പല കാര്യങ്ങളും ഈ കേസിൽ നിർണായകമായിട്ടുണ്ട്. അനൂപിനെ ചോദ്യം ചെയ്തതിൽ നിന്നും തുടക്കത്തിൽ ഈ പ്രതി സഹകരിച്ചിരുന്നില്ലെങ്കിലും പിന്നീട് ഈ അനൂപ് താൻ തന്നെയാണ് ഇത്തരത്തിൽ ചെയ്തതെന്ന കാര്യം സമ്മതിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് തുടക്കത്തിൽ അനൂപ് പറഞ്ഞിരുന്നത് ഈ പെൺകുട്ടിക്ക് പെൺകുട്ടി താനുമായി വഴക്കുണ്ടാക്കി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ താൻ കത്തികൊണ്ട് മുറിച്ചിരിക്കുകയും പിന്നീട് പെൺകുട്ടിക്ക് വിറയൽ വന്നപ്പോൾ താൻ വെള്ളമെടുത്തൊഴിക്കുകയും അപ്പോൾ ഈ പെൺകുട്ടിയുടെ ശരീരമാസകലം നനഞ്ഞതുകൊണ്ട് താൻ ഈ പെൺകുട്ടിയുടെ വസ്ത്രങ്ങളെല്ലാം മാറ്റുകയായിരുന്നു എന്നാണ് പോലീസിനോട് തുടക്കത്തിൽ ഇയാൾ പറഞ്ഞിരുന്നത്. പിന്നീട് പോലീസിനോട് ഇയാൾ പല കള്ളങ്ങൾ പറഞ്ഞിരുന്നു. പല ചോദ്യങ്ങൾക്കും ഇയാൾ ഒരേ ചോദ്യങ്ങൾക്ക് പലതവണ ഇയാൾ പല കള്ളങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീടാണ് പോലീസ് ഈ CCTV ദൃശ്യങ്ങളും മൊബൈൽ ഫോൺ രേഖകളും ഒക്കെ അടക്കം മുന്നിൽ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യൽ ആരംഭിച്ചപ്പോഴാണ് പിന്നീട് ഒടുവിൽ ഇയാൾ പോലീസിനോട് സമ്മതിച്ചത് താൻ തന്നെയാണ് ഈ പെൺകുട്ടിയെ ആക്രമിച്ചതെന്നും ചുറ്റിക അടക്കം ഉപയോഗിച്ച് തുടക്കത്തിൽ ഇയാൾ ഈ പെൺകുട്ടിയെ മർദ്ദിച്ചിട്ടില്ല, വഴക്ക് മാത്രമാണ് ഉണ്ടായതെന്നും ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഈ മുറിവുകളും മർദ്ദിച്ചതിന്റെ പാടുകളും എങ്ങനെയാണ് വന്നത് തനിക്ക് അറിയില്ല എന്നുമാണ് പോലീസിനോട് തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു, താനുമായി വഴക്കിട്ടു, അതിൽ മനം തൊന്ന് പെൺകുട്ടി ആത്മഹത്യ ശ്രമിച്ചപ്പോൾ കയറ് മുറിച്ചിടുക മാത്രമാണ് താൻ ചെയ്തത്. അതിനുശേഷം
അതിനുശേഷം പേടിച്ചാണ് ആ വീട്ടിൽ നിന്ന് തിരികെ പോയെന്നാണ് തുടക്കത്തിൽ ഈ പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നത്. അതിനുശേഷം പിന്നീട് അവസാനം പോലീസിനോട് ഇയാൾ സമ്മതിക്കുകയായിരുന്നു താൻ ഈ പെൺകുട്ടിയെ താൻ മർദ്ദിച്ചിരുന്നുവെന്നും ഇതിൽ പെൺകുട്ടി മനം കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ താൻ മുറിച്ചിട്ടുവെന്നും ഈ ഷോൾ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചുവെന്നൊക്കെ പോലീസിനോട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പോലീസിനോട് ഇയാൾ പറഞ്ഞത് ഈ പെൺകുട്ടി മരിച്ചു എന്ന് കരുതി തന്നെയാണ് താൻ ഈ വീട്ടിൽ നിന്നും മടങ്ങിയത് എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. പ്രതിയായ അനൂപ് പോലീസിനോട് പറഞ്ഞത്. പക്ഷേ ഈ പെൺകുട്ടി ബോധരഹിതയായിരുന്നു. ഈ പെൺകുട്ടി തലയ്ക്ക് ചുറ്റിക്കൊണ്ട് അടിയേറ്റ് ഈ പെൺകുട്ടി ബോധരഹിതയായിരുന്നു. അതുകൊണ്ട് തന്നെ മരിച്ചു എന്ന് കരുതിയാണ് താൻ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോയത് എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നത്. ഏതായാലും ഞായറാഴ്ച രാവിലെ ആശുപത്രിയിൽ എത്തിച്ച് ഇന്നിപ്പോൾ ഇത്രയും സമയം ആശുപത്രിയിൽ ആ പെൺകുട്ടി വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. ഈ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത്. ഡോക്ടർമാർ അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും ഈ ശരീരത്തിനടക്കം തലയ്ക്കടക്കം വെച്ച മാരകമായ പരിക്കുകൾ, ശരീരത്തിലെ മുറിവുകൾ അത് ഉറുമ്പരിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിരുന്നു. അപ്പോൾ ഈ മുറിവുകളും തലക്കേറ്റ പരിക്കുകളുമാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ മരണത്തിന് പ്രധാനമായ കാരണമായിരിക്കുന്നത്. സൈഫുദ്ദീൻ. നിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചെറിയ പ്രായത്തിനിടയിൽ 19 വയസ്സ് കഴിയുന്നതേ ഉള്ളൂ, 20 വയസ്സാകുന്നു. ഈ ചെറിയ പ്രായത്തിനിടയിൽ തന്നെ ഒരു ആയുസ്സിൽ അനുഭവിക്കേണ്ട അത്രയും വേദനയും ക്രൂരമായ പീഡനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങുന്നത്. നേരത്തെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ തന്നെ വലിയ ബലാത്സംഗത്തിന് ഇരയായി അതിനെ അതിജീവിച്ച് വരുന്നതിനിടയിലാണ് ഇയാളുമായി അനൂപമായി സൗഹൃദത്തിലാകുന്നത്. പക്ഷെ ഒരു വലിയ ആശ്വാസത്തിനായിരിക്കണം അങ്ങനെ ഒരു സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ടാവുക. പക്ഷേ ആ ബന്ധത്തിലും ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് അങ്ങേയറ്റം വലിയ ക്രൂരതകളും യാതനകളുമാണ്. ഒടുക്കം ഈ അനൂപിൻ്റെ തന്നെ അങ്ങേയറ്റം ക്രൂരമായ പീഡനത്തിൽ അതിൻ്റെ അവസാനം മരണം സംഭവിക്കുകയും ചെയ്യുന്നു. പോക്സോ അതിജീവിതയെ പ്രതി അനൂപ് ക്രൂരമായി പലപ്പോഴും ഇതിനു മുമ്പും ആക്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ലൈംഗികോപദ്രവത്തിന് പിന്നാലെ ചുറ്റിയ കൊണ്ട് തലക്കടിച്ചെന്നും ശ്വാസം മുട്ടിച്ചെന്നും പ്രതി തന്നെ പോലീസിന് നൽകിയ മൊഴിയാണ്. ആ നിലക്ക് വലിയ പ്രയാസങ്ങൾ, യാതനകൾ, അനുഭവങ്ങൾക്ക് ശേഷം 5 ദിവസം വെന്റിലേറ്ററിൽ കഴിഞ്ഞതിന് ശേഷം ചോറ്റാനിക്കരയിലെ 20 വയസ്സുകാരി മരണത്തിന് കീഴടങ്ങുന്നു.